friends, welcome back to my channel. ഇന്ന് നമുക്ക് റുബിക്സ് ക്യൂബ് എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് നോക്കാം. ലൈഫിൽ ഒരിക്കലെങ്കിലും ഇത് സോൾവ് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ലാത്തവരായിട്ട് വളരെ കുറച്ച് ആൾക്കാരെ ഉണ്ടാവുള്ളൂ. നമുക്ക് എളുപ്പത്തിൽ കുറച്ച് ഓർത്തിരിക്കാവുന്ന സ്റ്റെപ്പുകളിലൂടെയും കുറച്ച് ഫോർമുലകളിലൂടെയും ഇത് എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് നോക്കാം. ഇതിന് ഒരുപാട് മെത്തേഡ് ഉണ്ടെങ്കിലും ഞാൻ ഫോളോ ചെയ്ത മെത്തേഡാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. ഇത് സോൾവ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് ഇതിനെപ്പറ്റി കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്ന് മനസ്സിലാക്കാം. ഇതിന് മെയിൻ ആയിട്ട് 6 വശങ്ങളാണുള്ളതെന്ന് എല്ലാവർക്കും അറിയാം. മുകളിൽ ഒരു വശം, താഴെ ഒന്ന്, പിന്നെ സൈഡിൽ 4 വശങ്ങൾ. അതുപോലെ 3 ടൈപ്പ് ക്യൂബ്സ് ആണ് ഇതിലുള്ളത്. സെൻട്രൽ ക്യൂബ്, എല്ലാ സൈഡിലും ഓരോ സെൻട്രൽ ക്യൂബ് ഉണ്ടായിരിക്കും. അത് നമ്മളിത് എങ്ങനെ റൊട്ടേറ്റ് ചെയ്താലും ആ സെൻട്രൽ ക്യൂബ് മാറില്ല, അത് സെൻട്രൽ തന്നെ ആയിരിക്കും. അതുപോലെ സൈഡ് ക്യൂബുകൾ, 2 നിറത്തിലുള്ള സൈഡ് ക്യൂബുകളുണ്ട്. അത് 4 എണ്ണം ഒരു വശത്തുണ്ടാവും. അതിന് 2 കളർ മാത്രമേ ഉണ്ടാവുള്ളൂ. അതുപോലെ കോർണർ ക്യൂബുകൾ, 3 കളറുള്ള കോർണർ ക്യൂബുകളും ഉണ്ടാവും. ഇങ്ങനെ 3 ടൈപ്പ് ക്യൂബുകളാണ് ഇതിലുള്ളത്. ഇനി ഇതിന് പോസിബിൾ ആയിട്ടുള്ള മൂവ്മെന്റ്സിനെ പറ്റിയിട്ട് പറയാം. അതിന്റെ മുകളിലുള്ള പോർഷന് അത് റൈറ്റിലും ലെഫ്റ്റിലും മൂവ് ചെയ്യാം. റൈറ്റ് പോർഷനെയും നമുക്ക് റൊട്ടേറ്റ് ചെയ്യാം. ഫ്രണ്ട് പോർഷൻ റൊട്ടേറ്റ് ചെയ്യാം. സൈഡ് പോർഷന്, ബാക്ക്, പിന്നെ താഴെയുള്ള ഈ പോർഷനും റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഇത്രയും മൂവ്മെന്റ്സ് ആണ് ഇതിന് മെയിൻ ആയിട്ടുള്ളത്. ഇനി നമ്മളിത് എല്ലാം ഫോർമുല വെച്ചിട്ടല്ല ചെയ്യുന്നത്. കുറച്ച് ഓർത്തിരിക്കാൻ പറ്റുന്ന സ്റ്റെപ്സും കുറച്ച് ഫോർമുലയാണ്. മുഴുവൻ ഫോർമുല ആയിക്കഴിഞ്ഞാൽ നമുക്കത് ഓർത്തിരിക്കാൻ പാടായിരിക്കും. അപ്പൊ ഫോർമുലയിൽ മെയിൻ ആയിട്ട് പറയാൻ പോകുന്ന ടേംസ് എന്ന് പറയുന്നത്, റൈറ്റ് സൈഡിനെ നമ്മൾ R എന്ന് റെപ്രസെന്റ് ചെയ്യുന്നു. അതിന് 2 ടൈപ്പ് മൂവ്മെന്റ്സ് ആണുള്ളത്, ആറും R' അല്ലെങ്കിൽ R'. അതിൽ R എന്ന് പറയുന്ന മൂവ്മെന്റ് എല്ലാത്തിന്റെയും പ്രൈം ഇല്ലാത്ത നോർമൽ ലെറ്റേഴ്സ് മാത്രം പറയുന്നത് അതിന്റെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലുള്ള മൂവ്മെന്റ് ആയിരിക്കും. ഇപ്പൊ R സൈഡിന്റെ മൂവ്മെന്റ് പറയുകയാണ്, അത് R എന്നാണ് പറയുന്നതെങ്കിൽ ഈ പോർഷന്റെ ക്ലോക്ക് വൈസ് മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടായിരിക്കും. അപ്പൊ R എന്ന് പറഞ്ഞാൽ അത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യണം. അതല്ല ഇനി R' അല്ലെങ്കിൽ R' എന്നാണ് പറയുന്നതെങ്കിൽ ഈ Rന്റെ ആന്റി ക്ലോക്ക് വൈസ് മൂവ്മെന്റ്, അതായത് തിരിച്ച് ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള മൂവ്മെന്റ്, R' എന്ന് പറഞ്ഞാൽ അത് ഇങ്ങനെ മൂവ് ചെയ്യണം. അപ്പൊ R ഇത്, R' ഇത്. അതുപോലെ ഫ്രണ്ട് പോർഷൻ അത് F എന്ന് റെപ്രസെന്റ് ചെയ്യാം. അതിനും 2 ടൈപ്പ് മൂവ്മെന്റ് ഉണ്ട്, Fഉം F' അല്ലെങ്കിൽ F'. അതിൽ F എന്ന് പറഞ്ഞാല് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, ഇങ്ങോട്ട് ഇങ്ങനെ മൂവ് ചെയ്യാം. F' എന്നാണ് പറയുന്നതെങ്കിൽ അതിനെ ആന്റി ക്ലോക്ക് വൈസ് തിരിച്ച് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യണം. അതുപോലെ ലെഫ്റ്റ് സൈഡിനും ക്ലോക്ക് വൈസ്. ലെഫ്റ്റ് സൈഡില് L എന്ന് പറഞ്ഞാൽ ഇതിന്റെ ക്ലോക്ക് വൈസ് ഇങ്ങനെയാണ്. അപ്പോൾ L എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മൂവ് ചെയ്യാം. L' ആണെങ്കിൽ തിരിച്ച് ആന്റി ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മൂവ് ചെയ്യണം. അതുപോലെ ബാക്ക് പോർഷനിൽ ഈ ഡയറക്ഷനിൽ. അപ്പൊ B എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. B' എന്ന് പറഞ്ഞാൽ അതിന്റെ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. B' എന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. ഇതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള മൂവ്മെന്റ്സ്. അതുപോലെ മുകൾ ഭാഗം അതിനെ U എന്ന് റെപ്രസെന്റ് ചെയ്യും. അപ്പൊ U എന്ന് പറഞ്ഞാൽ യുവിന്റെ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ഇങ്ങനെ, U' എന്ന് പറഞ്ഞാൽ അതിന്റെ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ഇങ്ങനെ മൂവ് ചെയ്യണം. അതുപോലെ ഏതെങ്കിലും ലെറ്ററിന്റെ കൂടെ 2 പറയുന്നുണ്ടെങ്കിൽ അത് 2 ടൈംസ് റൊട്ടേറ്റ് ചെയ്യാം. ഇപ്പൊ R2 എന്നാണ് പറയുന്നതെങ്കിൽ 2 പ്രാവശ്യം R റൊട്ടേറ്റ് ചെയ്യുക. അതാണ് അതിന്റെ മീനിങ്. അത് എങ്ങനെയാ സോൾവ് ചെയ്യുന്നത് നോക്കാം. അതിന് ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഏതെങ്കിലും 2 പോർഷൻ, അതായത് 2 കളർ കോമ്പിനേഷൻ നമ്മൾ സെലക്ട് ചെയ്യണം. 2 കളർ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ സെൻട്രൽ ക്യൂബിന്റെ കളറാണ്. അതായത് ഇതിപ്പോ യെല്ലോ കളർ ആണെങ്കിൽ ഇതിന്റെ ഓപ്പോസിറ്റില് ഒരു കളർ ഉണ്ടാവും, വൈറ്റ്. അപ്പൊ യെല്ലോ വൈറ്റ് കോമ്പിനേഷൻ വേണമെങ്കിൽ നമുക്ക് എടുക്കാം. അതുപോലെ ഇത് ഓറഞ്ച് ആണെങ്കിൽ ഇതിന്റെ ഓപ്പോസിറ്റില് റെഡ് ഉണ്ട്, ആ റെഡ് ഓറഞ്ച് കോമ്പിനേഷൻ വേണമെങ്കിൽ എടുക്കാം. അതുപോലെ ഗ്രീൻ ബ്ലൂ കോമ്പിനേഷൻ വേണമെങ്കിൽ എടുക്കാം. ഏതെങ്കിലും 2 കളർ കോമ്പിനേഷൻ സെലക്ട് ചെയ്യണം. നമുക്ക് യെല്ലോ ആൻഡ് വൈറ്റ് എടുക്കാം. നമ്മൾ യെല്ലോ വൈറ്റ് കളർ കോമ്പിനേഷൻ ആണ് സെലക്ട് ചെയ്തത്. അപ്പൊ യെല്ലോയെ നമ്മൾ മുകളിലോട്ട് ഫേസ് ചെയ്യുന്നു, വൈറ്റിനെ താഴോട്ട് ഫേസ് ചെയ്യുന്നു. ഇനി ചെയ്യേണ്ടത് ഈ യെല്ലോയുടെ ചുറ്റും ഈ പ്ലസ് ഷേപ്പിൽ, അതായത് ഈ
സൈഡ് ക്യൂബ്സിന്റെ സ്ഥാനത്ത് വൈറ്റ് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഓപ്പോസിറ്റിലുള്ള കളർ വൈറ്റ് ആയതുകൊണ്ട് ആ സ്ഥലത്തേക്ക് വൈറ്റിനെ കൊണ്ടുവരിക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം. ഇവിടെ ഇപ്പോൾ വൈറ്റ് ഉണ്ട് ഈ 2 കോർണേഴ്സിൽ, പക്ഷെ നമുക്ക് വേണ്ടത് ഈ പ്ലസ് ഷേപ്പിൽ ഇവിടെ വൈറ്റ് വരിക എന്നുള്ളതാണ്. അപ്പൊ ആദ്യം നമുക്ക് അവിടെ വൈറ്റിനെ കൊണ്ടുവരാം. ഇവിടെ ഒരു വൈറ്റ് ഉണ്ട്, ഇവിടെ ഒരു വൈറ്റ് ഉണ്ട്, അതിനെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരാം. ഇവിടെ ഒരു വൈറ്റ് ഉണ്ട്, ഇവിടെ ഒരു വൈറ്റ് ഉണ്ട്. നമ്മൾ പ്ലസ് ഷേപ്പില് 4 എടുത്ത് വൈറ്റ് കളർ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാണ് ഇതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം ഈ കൊണ്ടുവന്നിരിക്കുന്ന വൈറ്റിന്റെ സൈഡിലുള്ള രണ്ടാമത്തെ കളർ ഏതാന്ന് നോക്കുക. 2 കളറുള്ള സൈഡ് ക്യൂബിന്റെ സ്ഥാനത്താണ് നമ്മൾ വൈറ്റിനെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ അതിന്റെ കൂടെയുള്ള മറ്റേ കളർ ഏതാണെന്ന് നോക്കുക. ഈ വൈറ്റിന്റെ കൂടെയുള്ള കളറ് ഗ്രീൻ ആണ്. ഇനി ചെയ്യേണ്ടത് ഈ ഗ്രീനിനെ ഗ്രീൻ സെന്റർ ക്യൂബ് ഉള്ള സൈഡിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇതിപ്പോ റെഡിന്റെ അടുത്തായിരിക്കുന്നത്, നമ്മൾ അതിനെ റൊട്ടേറ്റ് ചെയ്ത് ഗ്രീൻ സെന്റർ ക്യൂബ് എവിടെയാണോ ഉള്ളത് അവിടെ കൊണ്ടുവരാം. അപ്പൊ അതെ വൈറ്റിന്റെ സൈഡിലുള്ള ഗ്രീന് അതിനെ ഗ്രീൻ സൈഡിൽ തന്നെ കൊണ്ടുവന്നു. ഇനി ചെയ്യേണ്ടത് ഇതിനെ നേരെ റൊട്ടേറ്റ് ചെയ്ത്, നമ്മളിപ്പോ താഴെയാണല്ലോ നമുക്ക് വൈറ്റ് സെന്റർ നമ്മൾ എടുത്തിരിക്കുന്നത്, അപ്പൊ ഈ വൈറ്റിനെ നമ്മൾ നേരെ റൊട്ടേറ്റ് ചെയ്ത് താഴെ എത്തിക്കുക എന്നുള്ളതാണ്. ആ വൈറ്റ് ഈ വൈറ്റുമായിട്ട് ചേർന്ന് ഇരിപ്പുണ്ട്. അതുപോലെ നമ്മൾ ഓരോ വൈറ്റിന്റെയും സൈഡിലുള്ള കളറ് ഏതാണെന്ന് നോക്കിയിട്ട് അതിനെ ആ സെന്ററിന്റെ ആ കളറുള്ള സെന്ററിൽ കൊണ്ടുവരിക, തിരിച്ച് റൊട്ടേറ്റ് ചെയ്ത് താഴെ എത്തിക്കുക. ഇപ്പൊ നമ്മൾ ഗ്രീൻ തിരിച്ചപ്പോ തന്നെ റെഡിന്റെ സെന്ററിൽ തന്നെ എത്തിയിട്ടുണ്ട്. അപ്പോൾ സെന്ററിൽ അല്ലെങ്കിൽ അതിനെ റൊട്ടേറ്റ് ചെയ്ത് റെഡിന്റെ സെന്ററിൽ എത്തിക്കണം. എന്നിട്ട് ഈ വൈറ്റിനെ കറക്കി താഴെ കൊണ്ടുവരിക. ബ്ലൂവിന്റെ സെന്ററിൽ തന്നെ എത്തിയിട്ടുണ്ട്. അതിനെ റൊട്ടേറ്റ് ചെയ്ത് തിരിച്ച് എത്തി. ഇനി അടുത്തത് ഓറഞ്ച്. ഈ വൈറ്റിന്റെ സൈഡിലുള്ള കളറ് ഓറഞ്ച്. ഓറഞ്ചിനെ ഓറഞ്ച് സെന്ററിൽ എത്തിക്കുക. ഓറഞ്ച് സെന്ററിലുള്ള പോർഷനിൽ എത്തിച്ചു. അത് കഴിഞ്ഞിട്ട് ഈ വൈറ്റിനെ നേരെ റൊട്ടേറ്റ് ചെയ്ത് താഴെ എത്തിക്കുക. അങ്ങനെ നമ്മൾ മുകളില് പ്ലസ് ഷേപ്പിൽ കൊണ്ടുവന്ന വൈറ്റിനെ എല്ലാം നമ്മൾ താഴെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പൊ ആ വൈറ്റ് സെന്ററിന് ചുറ്റുമായിട്ട് ആ പ്ലസ് വന്നിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ബാക്കിയുള്ള വൈറ്റിനെ എല്ലാം കൂടി നമുക്ക് താഴെ വൈറ്റ് സെന്ററിന്റെ അടുത്ത് എത്തിക്കുക എന്നുള്ളതാണ് അടുത്ത കാര്യം. അതിന് ആദ്യം ചെയ്യേണ്ടത് ഇതുപോലെയുള്ള കോർണേഴ്സിൽ വൈറ്റ് ഉണ്ടോ എന്ന് നോക്കണം. ഇങ്ങനെയുള്ള കോർണറിൽ എവിടെയെങ്കിലും വൈറ്റ്, ഇവിടെ ഒരു വൈറ്റ്. ഇനി ചെയ്യേണ്ടത് നമ്മൾ ഈ വൈറ്റിന്റെ കൂടെയുള്ള അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള കളർ ഏതാ നോക്കുക. ഇത് ഗ്രീൻ കളറാണ്. അപ്പൊ ഈ ഗ്രീൻ കളറിനെ നമ്മൾ ഗ്രീൻ സെന്റർ ഉള്ളിടത്തോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് അടുത്ത് ചെയ്യേണ്ടത്. അപ്പൊ ഗ്രീൻ സെന്റർ ദേ ഇവിടെയാണുള്ളത്. നമുക്കതിനെ ഗ്രീൻ സെന്ററിന്റെ അടുത്തേക്ക് കൊണ്ടുവരാം. ഇനി ചെയ്യേണ്ടത് ഈ വൈറ്റ് കളർ എവിടെയാണോ, വൈറ്റിനെ ഫേസ് ചെയ്ത് തന്നെ തിരിച്ചു വെക്കുക. വൈറ്റ് കളർ എവിടെയാണോ ഉള്ളത് ആ ലെയറിനെ അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് കൊണ്ടുപോയി. ഇപ്പൊ ലെഫ്റ്റ് സൈഡിലാണ് വൈറ്റ് കളർ ഇരിക്കുന്നത്. അതുകൊണ്ട് അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക്, അതായത് റൈറ്റിലേക്ക് കൊണ്ടുവരിക. ആ വൈറ്റ് ഇരുന്ന ലെയറിനെ മുകളിലേക്ക് കൊണ്ടുപോവുക. ഇനി ഈ ചെയ്ത സെയിം സംഭവം ഓപ്പോസിറ്റ് ചെയ്യുക. റൈറ്റിലേക്ക് കൊണ്ടുപോയ ആ പോർഷനെ തിരിച്ച് ലെഫ്റ്റിലേക്ക് കൊണ്ടുവരിക. മുകളിലേക്ക് കൊണ്ടുപോയ പോർഷനെ തിരിച്ച് താഴേക്ക് കൊണ്ടുവരിക. അപ്പൊ നമ്മൾ ഇവിടെ കണ്ട ആ വൈറ്റ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി അതുപോലെ അടുത്ത കോർണറിലുണ്ടോ നോക്കുക വൈറ്റ്. അപ്പൊ ഈ കോർണറിൽ ഒരു വൈറ്റ് ഉണ്ട്. ആ വൈറ്റിനെ നമുക്ക് താഴെ കൊണ്ടുവരണം. അപ്പൊ അതിന് നേരത്തെ ചെയ്തതുപോലെ തന്നെ സെയിം ഈ വൈറ്റിന്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള കളർ നോക്കുക. അത് ഗ്രീൻ കളറാണ്. ആ ഗ്രീനിനെ ഇനി ഗ്രീൻ സെന്റർ ഉള്ളിടത്തോട്ട് എത്തിക്കുക. ഗ്രീൻ സെയിം ആയിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് വീണ്ടും വൈറ്റിനെ ഫേസ് ചെയ്ത് വെക്കുക. എന്നിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ, നേരത്തെ വൈറ്റ് ലെഫ്റ്റ് സൈഡിലായിരുന്നപ്പോൾ നമ്മൾ അതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ പോയി ആ വൈറ്റ് സൈഡിൽ ഇരുന്ന പോർഷനെ മുകളിൽ കൊണ്ടുവന്നു, 2 സ്റ്റെപ്പും റിവേഴ്സ് ചെയ്തു. അപ്പൊ ഇതിപ്പോ റൈറ്റ് സൈഡിലാണ്. അപ്പൊ ഇതിന്റെ ഓപ്പോസിറ്റ് ചെയ്യുക. അതായത് റൈറ്റ് സൈഡിലാണെങ്കിൽ അതിനെ ലെഫ്റ്റിലേക്ക് കൊണ്ടുവരിക. വൈറ്റ് ഇരുന്ന പോർഷനെ ലെഫ്റ്റിലേക്ക് കൊണ്ടുവരുന്നു. ആ വൈറ്റ് ഇരുന്ന
ആ ലെയറിനെ മുകളിലേക്ക് കൊണ്ടുപോയി തിരിച്ച് ലെഫ്റ്റിലോട്ട് കൊണ്ടുപോയ പോർഷനെ തിരിച്ച് റൈറ്റിലോട്ട് കൊണ്ടുവന്നു, അതിനെ വീണ്ടും താഴേക്ക് കൊണ്ടുവന്നു. അപ്പൊ ഇവിടെ കണ്ട ആ വൈറ്റ് നമ്മൾ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. ഇനി വീണ്ടും ഇതുപോലെ കോർണറിലുണ്ടോ നോക്കുക. ഇപ്പൊ കോർണറിലെ വൈറ്റ് എല്ലാം തീർന്നിട്ടുണ്ട്. ഇനി 2 വൈറ്റ് ഉള്ളത് മുകളിലാണ്, അതിനെയും നമുക്ക് താഴെ എത്തിക്കണം. ഇപ്പൊ ആ വൈറ്റിനെയും ഒരു കോർണറിൽ എത്തിച്ചിട്ടുണ്ട്. വീണ്ടും കോർണറിൽ അതിന്റെ ഓപ്പോസിറ്റിലുള്ള കളർ നോക്കുക, ആ സെന്ററിലുള്ള ഭാഗത്തേക്ക് അതിനെ കൊണ്ടുവരിക. വീണ്ടും അത് റൈറ്റ് സൈഡിലാണ്, അപ്പോൾ ഓപ്പോസിറ്റ് ലെഫ്റ്റിലേക്ക് കൊണ്ടുപോവുക. വൈറ്റ് ഇരുന്ന പോർഷൻ മുകളിലേക്ക് കൊണ്ടുവരിക, അതിനെ തിരിച്ച് റൈറ്റിലേക്ക് കൊണ്ടുവരിക, വീണ്ടും തിരിച്ച് താഴേക്ക് കൊണ്ടുവരിക. 2 സ്റ്റെപ്പ് ചെയ്യുക, ആ 2 സ്റ്റെപ്പ് റിവേഴ്സ് ചെയ്യുക. അപ്പൊ അതിനെ നമ്മളിവിടെ താഴെ എത്തിച്ചിട്ടുണ്ട്. ഇനി ഇവിടുത്തെ ഒരു വൈറ്റിനെ മാത്രമേ നമുക്ക് എത്തിക്കാനുള്ളൂ. ആ വൈറ്റ് ഇവിടെ താഴെയുണ്ട്, അതിനെ നമുക്ക് കോർണറിലേക്ക് എത്തിക്കാന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. നമ്മൾ ആ വൈറ്റിനെയും കോർണറിൽ എത്തിച്ചിട്ടുണ്ട്. ഇനി അത് കറക്റ്റ് ബ്ലൂ സെന്ററിൽ തന്നെയാണ് ഇരിക്കുന്നത്. വീണ്ടും നേരത്തെ ചെയ്ത സ്റ്റെപ്പ് പോലെ റൈറ്റ് ലൈനിന്റെ ഓപ്പോസിറ്റ് പോവുക, മുകളിലേക്ക് വരിക, ആ 2 സ്റ്റെപ്പ് റിവേഴ്സ് ചെയ്യുക. ഇപ്പൊ നമ്മൾ വൈറ്റിനെ എല്ലാം താഴെ എത്തിച്ചിട്ടുണ്ട്. അതുപോലെ എല്ലാത്തിൻ്റെയും ആ ഒരു സെയിം കളർ ആയിട്ടുണ്ട്. ലാസ്റ്റ് ലെയർ ഗ്രീൻ ആണെങ്കിൽ ആ ഒരു സൈഡ് ഫുൾ ഗ്രീന്, ഒരു സൈഡ് ഫുള്ള് റെഡ്, അങ്ങനെ ആ ഒരു ലാസ്റ്റ് ലെയർ ആ വൈറ്റിന്റെ കൂടെയുള്ള ആ തൊട്ടടുത്ത ലെയർ നമ്മൾ സെയിം കളറിലാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ ലെയർ ശരിയാക്കാം. അതിനു മുന്നേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മുകളിലത്തെ ലെയറിനെ പറ്റിയിട്ടാണ്. മുകളില് യെല്ലോ കളർ ലെയർ ആണ് വരേണ്ടത്. കാരണം ഇവിടെ സെൻട്രൽ ക്യൂബിന്റെ കളർ ഏതാണോ ആ സൈഡിൽ ഫുള്ള് ആ കളർ ആണെന്നാണ് അതിന്റെ മീനിങ്. അപ്പൊ സെൻട്രലിൽ നമുക്ക് മുകളിലുള്ളത് യെല്ലോ ആണ്, അതുകൊണ്ട് മുകളിലെ ആ പോർഷൻ ഫുൾ യെല്ലോ കളറാണ് വരേണ്ടത്. അതുകൊണ്ട് നമ്മൾ യെല്ലോ ഇല്ലാത്ത കളറുകളെ എല്ലാം താഴേക്ക് കൊണ്ടുവരിക, സെക്കൻഡ് ലെയറിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. അതിനായിട്ട് യെല്ലോ ഇല്ലാത്ത കളർ കോമ്പിനേഷനുകൾ നോക്കുക. ഇവിടെ ഇപ്പോ റെഡും ബ്ലൂവും കോമ്പിനേഷൻ ഉണ്ട്, അതില് യെല്ലോ കളർ ഇല്ല. അപ്പൊ നമ്മൾ ഇതിനെ താഴത്തെ ലെയറിലേക്ക് കൊണ്ടുവരണം. കാരണം നമുക്ക് ഇവിടെ ഈ റെഡിന്റെ ആവശ്യമില്ല, ഇവിടെ ഫുൾ നമുക്ക് യെല്ലോ ആണ് വരേണ്ടത്. അതുകൊണ്ട് നമുക്ക് ഈ റെഡിനെ താഴെ കൊണ്ടുവരണം. അതിന് ചെയ്യേണ്ടത് റെഡിന്റെ കൂടെയുള്ള കളർ ഏതാന്ന് നോക്കുക, അത് ബ്ലൂ കളർ. ഇനി ഇതിനെ ബ്ലൂ സെന്റർ ഉള്ള പോർഷനിലേക്ക് കൊണ്ടുവരിക. എവിടെയാണോ ബ്ലൂ സെന്റർ ഉള്ളത് അവിടേക്ക് അതിനെ കൊണ്ടുവരിക. ഇപ്പൊ ഇത് കറക്റ്റ് അതിന് ബ്ലൂ സെന്ററിൽ എത്തിച്ചിട്ടുണ്ട്. ഇനി ശ്രദ്ധിക്കേണ്ടത് ഇതിങ്ങനെ ബ്ലൂ സെന്ററിൽ എത്തുമ്പോ ഇതിന്റെ മുകളിലുള്ള കളറ് അത് ഏതെങ്കിലും ഒരു സൈഡിലുണ്ടാവും. ഒന്നെങ്കിൽ ലെഫ്റ്റ് സൈഡിലുണ്ടാവും, അല്ലെങ്കിൽ റൈറ്റ് സൈഡിലുണ്ടാവും മുകളിലുള്ള കളറിന്റെ ഉള്ള സെന്റർ പോർഷൻ. അപ്പോൾ ഇതിപ്പോ റെഡ് കളറാണ്, ആ റെഡ് കളർ ഇവിടെ നമുക്ക് റൈറ്റ് സൈഡിലാണ് ഉള്ളത്. ഇനി ചെയ്യേണ്ടത് നേരത്തെ ചെയ്തതുപോലെ തന്നെ റെഡ് എവിടെയാണോ ഉള്ളത്, അതായത് മുകളിലെ കളർ ഏത് സൈഡിലാണോ ഉള്ളത്, ഇതിരിക്കുന്ന ലെയറിനെ അതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ കറക്കുക. ഇപ്പൊ റെഡ് റൈറ്റ് സൈഡിലുള്ളത് കൊണ്ട് നമ്മൾ ഇതിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് കറക്കുക. റെഡ് ഇരിക്കുന്ന പോർഷനെ മുകളിലേക്ക് കൊണ്ടുവരിക. ഈ 2 സ്റ്റെപ്പ് റിവേഴ്സ് ചെയ്യുക. ആദ്യം കൊണ്ടുപോയ ആ പോർഷനെ തിരിച്ച് നടുക്ക് കൊണ്ടുവരിക. ഈ മുകളിലേക്ക് കൊണ്ടുപോയ പോർഷനെ താഴേക്ക് കൊണ്ടുവരിക. ഇപ്പൊ ഇതിന് മാറ്റമൊന്നും വന്നിട്ടില്ല, പക്ഷെ നേരത്തെ പോലെ നമ്മുടെ ഒരു വൈറ്റ് കോർണറിൽ എത്തിയിട്ടുണ്ട്, ഈ വൈറ്റ് കളർ. അപ്പോൾ അതിനെ വീണ്ടും നമ്മൾ ആദ്യം ചെയ്തതുപോലെ താഴെ കൊണ്ടുവരണം. അതിന് ചെയ്യേണ്ടത് അതിന്റെ കൂടെയുള്ള കളർ ഏതാന്ന് നോക്കുക, ബ്ലൂ കളർ. അതിനെ ബ്ലൂ സെന്ററിൽ എത്തിക്കുക. ഓൾറെഡി അത് ബ്ലൂ സെന്ററിലാണുള്ളത്. ഇനി നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇതിനെ താഴെ എത്തിക്കാൻ നോക്കാം. അപ്പൊ ഈ വൈറ്റ് ലെഫ്റ്റ് സൈഡിലുള്ളത് കൊണ്ട് ആദ്യം റൈറ്റിലേക്ക് കൊണ്ടുപോവുക. വൈറ്റ് ഇരുന്ന പോർഷൻ മുകളിലേക്ക് കൊണ്ടുവന്നു, തിരിച്ച് പഴയ സ്ഥാനത്ത് 2 ലെയറുകളെയും എത്തിച്ചു. അപ്പൊ ആ വൈറ്റ് താഴെ എത്തി. അതുപോലെ നമ്മൾ ഇവിടെ കണ്ടിരുന്ന ആ റെഡ് ബ്ലൂ കോമ്പിനേഷൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ മുകളിൽ കണ്ട ആ റെഡ് ബ്ലൂ കോമ്പിനേഷൻ ആണ് ഇവിടെ വന്നത്. അപ്പൊ നമ്മൾ അവിടുന്ന് ആ ഒരു റെഡ് കളറിനെ രണ്ടാമത്തെ ലെയറിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. അതുപോലെ ഇനി യെല്ലോ ഇല്ലാത്ത അടുത്ത കളർ കോമ്പിനേഷൻ നോക്കണം. അടുത്തത് ബ്ലൂ ഗ്രീൻ ആൻഡ് ഓറഞ്ച് കോമ്പിനേഷൻ ഇവിടെ ഉണ്ട്.
അപ്പൊ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഈ ഓറഞ്ച് കളർ സെന്ററുള്ള പോർഷനിലേക്ക് അതിനെ ഓറഞ്ച് സെന്ററിലേക്ക് ഇതിനെ കൊണ്ടുപോവാം. എങ്ങോട്ട് വേണേ റൊട്ടേറ്റ് ചെയ്യാം. അതിനെ ഓറഞ്ച് സെന്ററിൽ നമ്മൾ എത്തിച്ചിട്ടുണ്ട്. ഇനി നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇത് ഓറഞ്ച് സെന്ററിൽ എത്തിയാൽ ഈ ഗ്രീൻ കളർ ഇതിന്റെ ഏത് സൈഡിലാണെന്ന് നോക്കുക. രണ്ടില് ഒരു സൈഡിൽ ഉണ്ടാവും. അപ്പൊ ഈ സൈഡിലാണ് ഗ്രീൻ കളർ ഉള്ളത്. ഈ മുകളിലുള്ള കളറ് ഇവിടെ. അപ്പൊ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഗ്രീനിന്റെ ഓപ്പോസിറ്റില് ഈ ഗ്രീൻ ഓറഞ്ച് കോമ്പിനേഷന്റെ ലെയറിനെ പോവുക. അതിന്റെ ഓപ്പോസിറ്റിൽ വന്ന് ആ ഗ്രീൻ ഉള്ള പോർഷൻ മുകളിലേക്ക് പോയി 2 സ്റ്റെപ്പും റിവേഴ്സ് ചെയ്യുക. ആദ്യത്തെ സ്റ്റെപ്പ് തിരിച്ചു വന്നു, മുകളിലേക്ക് പോയതിനെ താഴേക്ക് എത്തിച്ചു. ഇപ്പോഴും ഇതിന് വ്യത്യാസം വന്നിട്ടില്ല, പക്ഷെ നേരത്തെ പോലെ ഒരു വൈറ്റ് മുകളിൽ എത്തിയിട്ടുണ്ട്. ഇനി വീണ്ടും നമ്മൾ ഈ വൈറ്റിനെ എത്തിച്ച് താഴെ എത്തിക്കുക. അതിന് വൈറ്റിന്റെ കൂടെ ഉള്ള പോർഷൻ ഓറഞ്ച്, അതിനെ ഓറഞ്ച് സെന്ററിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഓൾറെഡി ഓറഞ്ച് സെന്ററിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഇനി നേരത്തെ ചെയ്തതുപോലെ ഇത് റൈറ്റ് സൈഡിലാണ്. അപ്പൊ ഓപ്പോസിറ്റ് പോയി ആ ലെയർ മുകളിൽ വന്നു, തിരിച്ച് 2 ലെയറിനെയും കൊണ്ടുവന്നു. അപ്പൊ ആ വൈറ്റും താഴെ എത്തി. നമ്മൾ മുകളിൽ കണ്ട ഓറഞ്ച് ഗ്രീൻ കോമ്പിനേഷൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി നമുക്കതുപോലെ അടുത്ത കളറിനെ നോക്കാം. ഇനി യെല്ലോ ഇല്ലാത്ത കളറുകളാണ് നോക്കേണ്ടത്. വീണ്ടും ഒരു ഓറഞ്ച് ബ്ലൂ കോമ്പിനേഷൻ ഉണ്ട്. അപ്പൊ നേരത്തെ ചെയ്തതുപോലെ തന്നെ അതിനെ ബ്ലൂ സെന്ററിലടത്തേക്ക് എത്തിക്കുക. എന്നിട്ട് ഓറഞ്ച് എവിടെയാണെന്ന് നോക്കുക. അതിന്റെ ഓപ്പോസിറ്റ് 2 സൈഡിൽ എവിടെയെങ്കിലും ഓറഞ്ച് ഉണ്ടാവും. ആ ഓറഞ്ച് സൈഡ് നോക്കുക. എന്നിട്ട് നേരത്തെ ചെയ്തതുപോലെ ഓറഞ്ചിന്റെ ഓപ്പോസിറ്റിലേക്ക് ഓറഞ്ച് ബ്ലൂ കോമ്പിനേഷനുള്ള ലെയറിനെ കൊണ്ടുപോവുക. ഓറഞ്ചുള്ള സൈഡ് മുകളിൽ കൊണ്ടുവരിക. 2 സ്റ്റെപ്പും റിവേഴ്സ് ചെയ്യുക. വീണ്ടും ഒരു വൈറ്റ് വന്നിട്ടുണ്ട്. ആ വൈറ്റിനെ പഴയ പോലെ തന്നെ താഴെ എത്തിക്കുക. ബ്ലൂ സെന്റർ നോക്കി നേരത്തെ ചെയ്തതുപോലെ തന്നെ താഴെ എത്തിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആ മുകളിൽ കണ്ട ഓറഞ്ച് ബ്ലൂ കോമ്പിനേഷനെ നമ്മൾ ഈ 2ാമത്തെ ലെയറിൽ എത്തിച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ എല്ലാ കളറുകളെയും താഴെ എത്തിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് താഴത്തെ 2 ലെയർ നമുക്ക് സെയിം ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ചില കേസിൽ നമ്മൾ യെല്ലോ ഇല്ലാത്ത ബാക്കി എല്ലാ കളറുകളെയും താഴെ കൊണ്ടുവന്നാൽ പോലും സെക്കൻഡ് ലെയർ കംപ്ലീറ്റ് ആവണമെന്നില്ല. ഇവിടത്തെ ഇത് മാറിയാണ് ഇരിക്കുന്നത്. ഈ ഓറഞ്ച് ബ്ലൂ കോമ്പിനേഷനും ഈ ഗ്രീൻ റെഡ് കോമ്പിനേഷനും കറക്റ്റ് പ്ലേസിലല്ല. പക്ഷെ നമുക്ക് മുകളിൽ യെല്ലോ ഇല്ലാത്ത ഒരു കോമ്പിനേഷനും ഇല്ലതാനും ഇനി കൊണ്ടുവരാനായിട്ട്. ഇങ്ങനെയുള്ള കേസിൽ നമ്മൾ ആ പ്ലേസിലല്ലാതെ ഇരിക്കുന്ന പോർഷനെ വീണ്ടും നമ്മൾ മുകളിൽ എത്തിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. അതിനെ മുകളിൽ എത്തിച്ചു, ഇവിടെ എത്തിച്ചിട്ടുണ്ട്. വീണ്ടും നമ്മൾ ഈ വൈറ്റിനെ പഴയ പോലെ താഴെ എത്തിക്കുക. താഴെ എത്തിച്ചിട്ടുണ്ട്. അപ്പൊ വീണ്ടും നമുക്ക് യെല്ലോ ഇല്ലാത്ത ഒരു കളർ കോമ്പിനേഷൻ നമ്മൾ ആ മുകളിൽ എത്തിച്ച അത് നമുക്ക് വീണ്ടും ആ 2 കളർ കോമ്പിനേഷൻ യെല്ലോ ഇല്ലാത്ത കളർ കോമ്പിനേഷൻ ആണ്. അതിനെ നമുക്ക് വീണ്ടും പഴയ സ്റ്റെപ്പ് ചെയ്തതുപോലെ ചെയ്യാം. റെഡിന്റെ സ്ഥാനത്ത് കൊണ്ടുവന്നു, ഗ്രീൻ ഓപ്പോസിറ്റ് ഉണ്ട്. നേരത്തെ ചെയ്ത സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യുക. വൈറ്റ് വന്നു, വൈറ്റിനെ വീണ്ടും അതിന്റെ സ്ഥലത്ത് എത്തിച്ചു. അപ്പൊ അതെ ആ പീസ് അതിന്റെ കറക്റ്റ് സ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. ഇനി ഡിസോർഡർ ആയി കിടന്ന അടുത്തൊരെണ്ണം. 2 എണ്ണം ആയിരുന്നു ഈ സ്റ്റേജിൽ ഡിസോർഡർ ആയി കിടന്നിരുന്നത്. ഇതിനെ നമുക്ക് മുകളിലെത്തിക്കണം. ഇതിനെ മുകളിലെത്തിച്ചു. വീണ്ടും വൈറ്റിനെ കറക്റ്റ് സ്ഥലത്ത് കൊണ്ടുവന്നു. ബ്ലൂ ഓറഞ്ച് കോമ്പിനേഷന് മുകളിലുണ്ട്. നമുക്കതിനെ വീണ്ടും സോൾവ് ചെയ്യാം. വൈറ്റിനെ പഴയ സ്ഥലത്ത് എത്തിച്ചു. അപ്പൊ അതെ സെക്കൻഡ് ലെയർ ഫുള്ള് കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മള് 2 ലെയർ ഫുള്ള് സോൾവ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് 3ാമത്തെ ലെയറിലേക്ക് പോകണം. നമ്മൾ ആദ്യം യെല്ലോ സെന്ററിന് ചുറ്റും വൈറ്റ് കളറിന് കൊണ്ടൊരു പ്ലസ് ഉണ്ടാക്കിയായിരുന്നു. ഈ 4 കോർണേഴ്സിൽ വൈറ്റ് കൊണ്ടുവന്നൊരു പ്ലസ് പോലെ ഉണ്ടാക്കിയായിരുന്നു. അതുപോലെ ഇനി നമ്മള് ഈ യെല്ലോയ്ക്ക് ചുറ്റും ഈ 4 പോർഷനില് യെല്ലോ കൊണ്ട് തന്നെ ഒരു പ്ലസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്.
അപ്പൊ നമുക്ക് ഓൾറെഡി ഇവിടെ 2 എണ്ണം ഉണ്ട്, ഇനി 2 എണ്ണം കൂടി വേണം. ഇതിങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ, അതായത് ഈ 2 ലെയർ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പല ടൈപ്പില് ഈ മുകളിലത്തെ ലെയർ കിട്ടും. അതില് ചില സമയത്ത് നമുക്ക് ആ പ്ലസ് ഓൾറെഡി അവിടെ ഫോം ചെയ്തിട്ടുണ്ടാവും, നമ്മൾ ഇത് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് പ്ലസ് ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനിയും ചെയ്യാൻ പോകുന്ന സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം. അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് പ്ലസിനെ ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെ പ്ലസ് ഉണ്ടാക്കാനുള്ള സ്റ്റെപ്പാണ് അടുത്തത് ചെയ്യാനുള്ളത്. ഓൾറെഡി 2 എണ്ണം ഉണ്ട്. ചില സമയങ്ങളിൽ ഇത് സെന്റർ പോർഷനിൽ മാത്രം ഒരു യെല്ലോ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ചിലപ്പോൾ ഇതുപോലെ 2 കോർണർ മാത്രം, 2 സൈഡിലുള്ളത് മാത്രം സോൾവ് ആയിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. ചില സമയത്ത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചെയ്യേണ്ട ഫോർമുല സെയിം ആണ്, പക്ഷെ അതിലൊരു ചെറിയ ഡിഫറൻസ് വരുത്തും. അതായത് FRU R', U', F', ഇതാണ് നമ്മുടെ ഫോർമുല. അതില് സെന്റർ പോർഷൻ മാത്രം യെല്ലോ വന്നാലും, യെല്ലോ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് നമുക്ക് കിട്ടിയാലും, നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോർമുലയിലെ F എന്ന് പറയുന്നത് ഒറ്റ ലെയറിനെ മാത്രം റൈറ്റിലേക്ക് തിരിക്കുന്ന Fഉം അത് ലെഫ്റ്റിലേക്ക് തിരിക്കുന്ന F' ആയിരിക്കും. പക്ഷെ ഇങ്ങനെ 2 കോർണറില് ഇങ്ങനെ ഈ 2 സൈഡ് മാത്രമായിട്ട് നമുക്ക് കിട്ടുന്ന യെല്ലോയിൽ നമ്മൾ ചെയ്യേണ്ട ഫോർമുലയിലെ F എന്ന് പറയുന്നത് ഫ്രണ്ടിലെ 2 ലെയറിനെ ചേർത്ത് വെച്ചിട്ട് റൊട്ടേറ്റ് ചെയ്യുന്ന Fഉം തിരിച്ച് റൊട്ടേറ്റ് ചെയ്യുന്ന F' ആയിരിക്കും. ഇങ്ങനെ ഈ 2 എണ്ണം മാത്രം സോൾവ് ആയിട്ട് കിട്ടുന്ന കേസിലെ കാര്യമാണ് പറഞ്ഞത്. അതിൽ മാത്രം നമ്മൾ F എന്ന് പറയുന്നത് 2 ലെയറിനെയും കൂടെ ചേർത്തിട്ടായിരിക്കും റൊട്ടേറ്റ് ചെയ്യുന്നത്. അല്ലാതെ വരുന്ന കേസുകളിലെല്ലാം നമ്മൾ F എന്ന് പറയുമ്പോൾ ഒറ്റ ലെയറിനെ മാത്രമേ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നു. ഇങ്ങനെയാണ് 3 രീതിയിൽ കിട്ടുന്നത്. 2 എണ്ണം മാത്രമായിട്ട് സോൾവ് ചെയ്ത് കിട്ടും, സെൻട്രൽ പോർഷനിൽ മാത്രമായിട്ട് കിട്ടാം, സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടും കിട്ടാം. 2 എണ്ണം സോൾവ് ആയിട്ട് കിട്ടിയ കേസില് നമ്മൾ അതിലെ ഒരു സൈഡിനെ നമ്മുടെ നേർക്ക് വെക്കുക, മറ്റേ സൈഡിനെ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് ഫേസ് ചെയ്യുന്നത് പോലെ വെക്കുക. ഒന്ന് റൈറ്റ് സൈഡിലേക്ക്, ഒന്നും നമ്മുടെ സൈഡിലേക്കും ഫേസ് ചെയ്യുന്ന രീതിയിൽ വെക്കുക. ഇനി നമ്മൾ ആ ഫോർമുല അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. FRU R', U', F'. ഇപ്പൊ ഈ കേസിൽ നമ്മൾ 2 ലെയർ കൂടെ ചേർത്തിട്ടാണ് F. അതിനെ നമുക്ക് സ്മോൾ f എന്ന് വേണമെങ്കിൽ എടുക്കാം. FRU R', U', F'. F R U R', U', F'. ഇപ്പതേ നമുക്ക് ആ യെല്ലോ കളർ പ്ലസ് ഫോം ചെയ്തിട്ടുണ്ട്. യെല്ലോ കളർ പ്ലസും ഫോം ചെയ്തിട്ടുണ്ട്. അഡീഷണൽ ആയിട്ട് ഈ കോർണറിലൊരു യെല്ലോ കളറും കൂടി വന്നിട്ടുണ്ട്. ഇതാണ് വേറൊരു കേസ്. ഇതിലിപ്പോ നമുക്ക് സെന്ററിൽ മാത്രമേ യെല്ലോ ഉള്ളൂ. ഈ കേസിൽ നമ്മൾ ആ ഇക്വേഷൻ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പൊ FRU R', U', F'. അപ്പൊ നമ്മൾ F എന്ന് പറയുന്നത് ഒറ്റ ലെയറിനെ മാത്രമേ റൊട്ടേറ്റ് ചെയ്യുന്നുള്ളൂ. FRU R', U', F'. അപ്പൊ നമുക്ക് 2 ലെയറുള്ള 2 സൈഡ് സോൾവ് ചെയ്ത രൂപത്തില് അതിനെ കിട്ടും. ഇനി വീണ്ടും നമ്മൾ നേരത്തെ ചെയ്തതുപോലെ 2 ലെയർ ഉള്ളതിനെ സോൾവ് ചെയ്യുന്ന രീതിയിൽ ഇതിനെ വീണ്ടും ചെയ്യുക. ഒരു ലെയർ താഴോട്ടാക്കുക, ഒരു ലെയർ നമ്മുടെ റൈറ്റ് സൈഡിൽ ഫേസ് ചെയ്തിരിക്കുന്നത് പോലെ വെച്ചിട്ട് വീണ്ടും ആ ഇക്വേഷൻ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പത്തെ F 2 ലെയർ കൂടെ ഉള്ള F ആണ്. 2 എണ്ണം സോൾവ് ആയിട്ടിരിക്കുമ്പോൾ 2 ലെയറും കൂടിയുള്ള F ആണ് നമ്മൾ ചെയ്യുന്നത്. FRU R', U', F'. അപ്പൊ നമുക്ക് പ്ലസ് കിട്ടിയിട്ടുണ്ട്. ഇത് അതിലെ 3ാമത്തെ കേസാണ്. അതിൽ യെല്ലോയുടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ നമുക്ക് കിട്ടും. ഇങ്ങനെ കിട്ടുന്ന കേസില് ആ ലൈനെ നമുക്ക് പാരലൽ ആയിട്ട് വെക്കാം. അത് കഴിഞ്ഞിട്ട് വീണ്ടും പഴയ ഫോർമുല അപ്ലൈ ചെയ്ത് കൊടുക്കുക. FRU R', U', F'. അപ്പൊ ഒറ്റ ലെയർ ആണ് Fന്. FRU
പ്ലസ് കിട്ടിയിട്ടുണ്ട്. പ്ലസ് കിട്ടുന്നത് ഇങ്ങനെ 3 രീതിയിലാണ്. ആദ്യം പ്ലസ് മാത്രമായിട്ട് കിട്ടാം, സെക്കൻഡ് കേസിൽ ഒരു കോർണർ സോൾവ് ആയിട്ട് കിട്ടും, തേർഡ് കേസിൽ 2 കോർണറും സോൾവ് ആയിട്ട് കിട്ടും. അപ്പോൾ അത് ഓൾറെഡി ഒരു കോർണർ സോൾവ് ആയിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇങ്ങനെ വരുന്ന കേസിൽ നമ്മൾ ആ സോൾവ് ആയ ഒരു കോർണർ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ വെച്ചിട്ട് നമ്മൾ അതിന്റെ ഫോർമുല അപ്ലൈ ചെയ്യാം. RU R' U RU2 R', അതാണ് ഫോർമുല. ഈ ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവയ്ക്കണം ഈ സോൾവ് ആയ ഒരു കോർണർ. ഇനി നമുക്ക് ഫോർമുല അപ്ലൈ ചെയ്യാം. RU R' U RU2 R'. വീണ്ടും നമുക്ക് ഇങ്ങനെ ഒരു കോർണർ സൈഡ് കിട്ടിയിട്ടുണ്ട്. ചില കേസിൽ ഇത് ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നെ ആകും. അങ്ങനെ വന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും ആ കോർണറിനെ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവയ്ക്കുക. വീണ്ടും സെയിം ഫോർമുല അപ്ലൈ ചെയ്യുക. RU R' U RU2 R'. ഇപ്പോ മുകളിലത്തെ ലെയർ ഫുള്ള് മഞ്ഞ കളർ ആയിട്ടുണ്ട്. ചിലപ്പോ ഇത് ഒറ്റ സ്റ്റെപ്പില് ഫുൾ യെല്ലോ ആവും, അല്ലെങ്കിൽ വീണ്ടും നമ്മൾ ആ സെയിം കോർണറിനെ ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവച്ചിട്ട് വീണ്ടും ആ സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യണം. അപ്പോ അങ്ങനെയാകും. ഇത് അടുത്ത കേസാണ്. അതായത് നമ്മള് നേരത്തെ ഒരു കോർണർ സോൾവ് ആയതിന്റെ കണ്ടു. ഇതിപ്പോ 2 കോർണർ സോൾവ് ആയിട്ടുള്ള രീതിയിലാണ് നമുക്ക് ഈ പ്ലസ് കിട്ടുന്നതെങ്കിൽ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നാണ് പറയുന്നത്. അപ്പോഴും നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോർമുല സെയിം ആയിരിക്കും. RU R' U RU2 R'. അപ്പം നമ്മൾ ഈ ക്യൂബ് എങ്ങനെ പിടിക്കണം എന്നുള്ളതാണ് ഇത് വരുന്നതിൽ നിന്നുള്ള വ്യത്യാസം മനസ്സിലാക്കേണ്ടത്. 2 കോർണർ സോൾവ് ആയിട്ടാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മുടെ ഈ ഫ്രണ്ട് ലെയറിൽ ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മളെ ഫേസ് ചെയ്യുന്ന ഈ പൊസിഷനിൽ യെല്ലോ ഉള്ള പോലെ നമ്മളെ ഫേസ് ചെയ്ത് വെക്കുക. ഇത് ഈ പൊസിഷനിലാണ് നമുക്ക് യെല്ലോ വരേണ്ടത്. യെല്ലോ വരുന്നത് വരെ നമ്മൾ ഫ്രണ്ട് ലെയറിന് മാറ്റി കൊടുക്കുക. ഇപ്പൊ നമുക്ക് വേണ്ട ആ പൊസിഷനിൽ യെല്ലോ എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ആ സെയിം ഫോർമുല അപ്ലൈ ചെയ്യാം. RU R' U RU2 R'. ഇപ്പൊ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ ചെയ്തതുപോലെ നമുക്ക് ഒരു കോർണർ മാത്രം സോൾവ് ആയിട്ടുള്ള രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഇനി വീണ്ടും നമ്മൾ ആദ്യം ചെയ്തതുപോലെ ആ ഒരു കോർണറിനെ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവരിക. വീണ്ടും ഫസ്റ്റ് സ്റ്റെപ്പിലെ പോലെ ആ ഫോർമുല നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. RU R' U RU2 R'. വേണ്ടി വന്നാൽ അത് റിപ്പീറ്റ് ചെയ്യണം. ഒറ്റ സ്റ്റെപ്പിൽ ചിലപ്പോൾ കിട്ടും, ഇല്ലെങ്കിൽ വീണ്ടും ആ സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കാം. RU R' U RU2 R'. അപ്പൊ നമുക്ക് ഫുൾ യെല്ലോ ഉള്ള ലെയർ കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ പ്ലസ് മാത്രമായിട്ട് കിട്ടുന്ന സ്റ്റേജുകളിൽ നമുക്ക് ചെയ്യേണ്ടത് അടുത്ത അൽഗോരിതം അപ്ലൈ ചെയ്യാന്നുള്ളതാണ്. ഇനി നമുക്ക് കോർണറിൽ യെല്ലോയെ വരുത്താൻ വേണ്ടിയിട്ട് അപ്പൊ ചെയ്യേണ്ടത് RU R' U RU2 R'. RU R' U RU2 R'. അപ്പൊ നമുക്ക് 2 കോർണർ സോൾവ് ആയിട്ടുള്ള ഒരു ഫേസ് കിട്ടും. ഇനി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ 2 കോർണറിന്റെ സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണോ അങ്ങനെ ചെയ്യണം. ഇപ്പൊ 2 കോർണർ ഉണ്ടെങ്കിൽ നമ്മൾ ഫ്രണ്ടിൽ ഈ പൊസിഷനിൽ യെല്ലോ കളറ് കൊണ്ടുവരികയാണ് നേരത്തെ ചെയ്തത്. അപ്പൊ നമ്മള് ഈ പൊസിഷനിൽ യെല്ലോ കളറിനെ കൊണ്ടുവന്നു. ഇനി വീണ്ടും ആ സെയിം ഫോർമുല അപ്ലൈ ചെയ്യാം. RU R' U RU2 R'. ഒരു കോർണറായി RU R' U RU2 R'. വീണ്ടും ഒരു കോർണർ RU R' U RU2 R'. ഇത് കിട്ടുന്നത് വരെ ആ സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഇപ്പൊ എല്ലാം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ഈ ഒരു ലെയറിൽ സെയിം കളറിനെ കൊണ്ടുവരിക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അതിനായിട്ട് ആദ്യം നോക്കേണ്ടത്
ഈ രണ്ട് പോർഷനിൽ സെയിം കളറുള്ള ഫേസ് ഉണ്ടോ എന്നാണ്. ചില സമയത്ത് ഇങ്ങനെ യെല്ലോ ഫുള്ളായി കഴിയുമ്പോൾ തന്നെ എല്ലാ സൈഡിലും ഈ രണ്ട് പോർഷനിൽ സെയിം കളർ വീതം വരും. അങ്ങനെ ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൈഡിലെങ്കിലും ഉണ്ടാവും. ഇവിടെ ഈ രണ്ട് സൈഡിൽ ഓറഞ്ച് കളർ ഉണ്ട്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് അങ്ങനെ സെയിം ആയിട്ടുള്ള ആ ഫേസിനെ നമ്മൾ ബാക്ക് സൈഡിലാക്കി പിടിക്കുക. എന്നിട്ട് ഇനി പറയുന്ന അൽഗോരിതം അപ്ലൈ ചെയ്യുക. എല്ലാ സൈഡിലും സെയിം കളർ ഉണ്ടെങ്കിൽ ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം. ഇപ്പൊ ചെയ്യേണ്ടത് R dash F R dash B2 R F dash R dash B2 R2 R dash F R dash B2 R F dash R dash B2 R2. ഇപ്പതേ നമ്മുടെ സൈഡുകളിലെല്ലാം സെയിം കളർ ആയിട്ടുണ്ട്. നമുക്കതിനെ അതാത് കളറിന്റെ സൈഡിലേക്ക് കൊണ്ടുവരാം. രണ്ട് റെഡ്, രണ്ട് ഗ്രീൻ, അങ്ങനെ എല്ലാം ആയിട്ടുണ്ട്. ഒരു സൈഡ് 3 കളറും സെയിം ആയിട്ടും ഉണ്ട്. ബാക്കി എല്ലായിടത്തും 2 കളർ വീതം ആയിട്ടും ഉണ്ട്. ഇങ്ങനെ ഒരു സ്റ്റെപ്പിൽ ചിലപ്പോൾ വന്നില്ല എന്ന് വരാം. അങ്ങനെ ഉണ്ടെങ്കിൽ വീണ്ടും എവിടെയാണോ 2 കളറ് സെയിം ആയിട്ടുള്ളത് ആ പോർഷനെ ബാക്കി കൊണ്ടുവച്ചിട്ട് വീണ്ടും ഈ സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യണം. R dash F R dash B2 R F dash R dash B2 R2. അപ്പൊ വീണ്ടും ഇതുപോലെ കിട്ടും. ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാല് ഇനി നമ്മൾ ചെയ്യേണ്ടത് ആ സെയിം കളറുള്ള സൈഡിനെ നമ്മുടെ ബാക്കിലാക്കി വെക്കുക. ബാക്ക് സൈഡിൽ വെച്ചിട്ട് ഇനി പറയുന്ന അൽഗോരിതം അപ്ലൈ ചെയ്യുക. R U dash R U R U R U dash R dash U dash R2 R U dash R U R U R U dash R dash U dash R2. ഇപ്പൊ നമ്മുടെ എല്ലാ സൈഡും സെയിം കളർ ആയിട്ടുണ്ട്. ചിലപ്പോ ഇത് ഒറ്റ സ്റ്റെപ്പിൽ വരില്ല. അപ്പൊ വീണ്ടും ആ സെയിം കളറുള്ള പോർഷനെ ബാക്കിൽ കൊണ്ടുവച്ചിട്ട് ഈ സ്റ്റെപ്പ് വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. R U dash R U R U R U dash R dash U dash R2. നമ്മൾ നമ്മുടെ റുബിക്സ് ക്യൂബ് സോൾവ് ചെയ്തിരിക്കുകയാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക. Thank you for watching.